ഹായ്, ഗുഡ് മോർണിംഗ്. കുറേ നാളായിട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. പാർട്ട് 4 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ദുബായിൽ ഈദ് ഹോളിഡേയ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. എനിക്കിപ്പോൾ വീഡിയോ എടുത്താൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് ആകെ കൺഫ്യൂഷനായി എടുക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ഈദ് ഹോളിഡേയ്സ് കഴിഞ്ഞു, നാട്ടിൽ നിന്ന് വന്നു. അതിൻ്റെ കുറച്ച് സങ്കടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നോട്ട് വർക്കിന് പോകണം. ഞാൻ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് പാർട്ട് നമ്മൾ കുറേ കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി പേരുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം വീഡിയോസിനൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയിട്ടാൽ മതി. ദുബായിൽ വന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതുപോലെ തന്നെ എൻ്റെ ജേർണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അത്രയും ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടവരാണ് ഇപ്പം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ വലിച്ചൊന്നും നീട്ടുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. ദുബായ് എഞ്ചിനീയറായിട്ട് ജോബ് കിട്ടിയത് പറയാമോ? അത് ആക്ച്വലി ഞാൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ദുബായിൽ എഞ്ചിനീയറായിട്ട് കിട്ടാൻ ഫസ്റ്റ് ഞാൻ ചെയ്തത് ബിടെക് CS എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ദുബായിൽ കമ്പ്യൂട്ടർ സയൻസിനൊക്കെ ഒത്തിരി വാക്കൻസീസൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് വാക്കൻസീസ് ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടത്. ലിങ്ക്ഡിനിൽ പോവുക. ലിങ്ക്ഡിനിൽ പോയിട്ട് നിങ്ങളുടെ ഏത് ലാംഗ്വേജാണ്, ഏതാണ് ജോബ്, ആർക്കാണെങ്കിലും അങ്ങനെ നോക്കാട്ടോ. ഹാഷ്ടാഗ് ഇട്ട് ഹയറിങ് ചെയ്തിട്ട് ഹയറിംഗ് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ ലിങ്ക്ഡിനിൽ കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ നൗക്കരി ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡുബിസെല്ലിൽ ആക്ച്വലി ഈ റെൻ്റൽ ഹോംസൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അവിടെ വരെ ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫീൽഡിനെ കുറിച്ച് മാത്രമേ ഒത്തിരി വിവരമുള്ളതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഓപ്പണിങ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇപ്പോൾ ഇന്നായിട്ട് നിൽക്കുന്നത് ഏത് സെക്ഷനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്. അങ്ങനെ എനിക്ക് കിട്ടിയത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഫീൽഡ് അനുസരിച്ചിരിക്കും. ഞാൻ എടുത്തത് മൈക്രോസോഫ്റ്റിൻ്റെ ബിസിനസ് സെൻറ്ററിൻ്റെ ഡെവലപ്പറായിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറായി. നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസേ ഉണ്ടായിരുന്നില്ല. ഞാൻ 2016, 2020 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ 2020 പാസ് ഔട്ട് ചെയ്ത് എനിക്ക് കരിയർ ഗ്യാപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ഇൻറ്റേൺഷിപ്പ് പൈത്തണിൽ ചെയ്തു. പൈത്തൺ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്തു. അവരെന്നെ ട്രെയിനി ആയിട്ടാണ് ആദ്യം വിളിച്ചത് ദുബായിൽ. സോ ഞാൻ സ്വിച്ച് ചെയ്തില്ല. ഇൻ്റർവ്യൂ എങ്ങനെ കിട്ടി? എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രൊജക്റ്റ്, പൈത്തണിൽ ചെയ്ത പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നത് അവർ ചോദിച്ചത് അവർക്ക് ഇത് ആയിട്ട് അത്ര ഇത് വേണ്ട, കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. എനിക്ക് ഒറ്റ റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് എൻ്റെ ജോബിന്. പിന്നെ ഞാൻ 4 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്വിച്ച് ചെയ്തു. അതിനെനിക്ക് 4 റൗണ്ട് ഉണ്ടായിരുന്നു. 4 റൗണ്ട് ടെക്നിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ പ്രോബ്ലം സോൾവിങ് ഉണ്ടായിരുന്നു, മെഷീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സെക്ഷനായിട്ട് HR റൗണ്ട് വരെ ലാസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ പോകുന്ന ജോലി കിട്ടിയത്. ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് സൂരജായിരുന്നു. സൂരജിനുള്ള ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ചിലപ്പോൾ നമ്മൾ വെവ്വേറെ ഇതാണല്ലോ, കാരണം നമ്മൾ വ്യക്തിത്വങ്ങളായതുകൊണ്ട് നമുക്ക് എനിക്ക് പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. സോ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നാളെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. വീഡിയോ കണ്ട് മോട്ടിവേറ്റ് ആയി, താങ്ക് യു. ആദ്യമായിട്ടല്ല കേട്ടോ, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇതൊക്കെ കാണുമ്പോൾ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഹായ് ചേച്ചി, ഐ എം സോ മച്ച് ഇൻസ്പയർഡ് അബൌട്ട് മോട്ടിവേറ്റഡ് ബൈ ഹിയറിങ് യുവർ ജേർണി. സോ പ്ലീസ് അപ്ലോഡ് ദ നെക്സ്റ്റ് പാർട്ടിൻ്റെ ആണ്. ഞാൻ ഈ കമൻറ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷേഴ്സിന് ദുബായ് ഓപ്പണിങ്സ് കിട്ടും. ഞാൻ ഫ്രഷറായിട്ട് വന്നിട്ടാണ് എനിക്കിവിടെ ജോബ് കിട്ടിയത്. അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. ഫ്രഷറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കണമെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് ഉറങ്ങി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു നമ്മുടെ ഗോളിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല.
എൻ്റെ ഒരു വീക്ഷണത്തിലും എൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർ ഡേ 700 കമ്പനിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ആ 700 കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്കൊരു കുട്ടി അയച്ചെന്നാണ് ഒരു 25,000 കമ്പനിയുടെ മെയിൽ ID ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് മെയിൽ ID വർക്കിംഗ് അല്ല, പക്ഷെ നമുക്ക് അതിലൊരു കാര്യം ചെയ്യാൻ പറ്റും. കമ്പനിയുടെ നെയിം ഉണ്ട്, നമുക്ക് അത് വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒന്നെങ്കിൽ കമ്പനിയിൽ കോൾ ചെയ്തിട്ട് HR ചോദിക്കാം, അല്ലെങ്കിൽ ആ സെയിം കമ്പനി നെയിം ലിങ്ക്ഡിനിൽ അടിച്ചിട്ട് അവരിലെ കോൺടാക്ട് ചെയ്ത് എംപ്ലോയീസ് ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് HR മെയിൽ ID കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഇതാണ്. ഞാൻ ആ എക്സലിൻ്റെ ഷീറ്റ് അയച്ചു. എനിക്ക് ആർക്കെങ്കിലും എക്സൽ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, എക്സൽ ഷീറ്റ് ഞാൻ അയച്ചു തരാം. ഇപ്പോൾ യൂട്യൂബിൽ എനിക്ക് ലിങ്ക് ഇടാൻ ഐ ഡോണ്ട് നോ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട്. എനിവേ എനിക്ക് ഇൻസ്റ്റയുടെ ഞാൻ ലിങ്ക് ഇവിടെ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ഇതിലേക്ക് അയച്ചാലും ഞാൻ അത് റിപ്ലൈ തരുന്നതായിരിക്കും ആ ലിങ്ക്. അപ്പോൾ ആ 700 ഉണ്ടെങ്കിലും മിനിമം ഒരു ദിവസം അയക്കണം. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വെവ്വേറെ കാറ്റഗറി ആണല്ലോ. ഇപ്പോൾ സിവിൽ ആർക്കിടെക്റ്റൊക്കെ ഉള്ളവർക്ക് പോർട്ട്ഫോളിയോ പോലെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് 700 മെയിലൊക്കെ അയച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ അയക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 2-3 വീക്സിനുള്ളിൽ നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടും. ഇൻ്റർവ്യൂ കോൾസ് കിട്ടുന്നതാണ് ദുബായിൽ പാട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ കഴിവാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മളെപ്പോഴും തോറ്റു പോകുള്ളൂ. നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് തന്നെ ലൈഫിൽ നിൽക്കണം. എൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്കുള്ള ഉപദേശമോ അഡ്വൈസോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. കഷ്ടപ്പെടുത്തോളം കാലം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം കംപ്ലീറ്റഡ് ഓക്കെ മൈ ഡ്രീം. ദുബായിലെ കുറേ പേര് ഡ്രീം ജോബ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് നാട്ടിലത്തേക്കാളും കുറച്ച് ഹൈ പേയ്മെൻറ്റ് ഇവിടെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നാട്ടിലൊരു ഫ്രഷേഴ്സിന് കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല ഇവിടെ കിട്ടുന്നത്. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചിലവാക്കുന്ന അനുസരിച്ചായിരിക്കും. അപ്പോൾ എനിക്കൊരു കുട്ടി അലീബീന എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി അയച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഡ്രീം ജോബിനെ പറ്റിയിട്ട്. വിച്ച് ഫീൽഡ് ഈസ് ബെസ്റ്റ് നൗ ചേച്ചി? വിച്ച് ഫീൽഡ് ബെസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് IT ആണ് ഇഷ്ടം. ചിലവർക്ക് മാർക്കറ്റിംഗ് സെയിലാണ് ഇഷ്ടം. അവർ പറയും അത് സെയിൽസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കമ്മീഷൻസ് കിട്ടും. കമ്മീഷനും കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവിടെ കയറാൻ പറ്റുക. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല. കൺവിൻസ് ചെയ്താലാണ് സെയിലും മാർക്കറ്റിംഗ് ഒക്കെ നടക്കുള്ളൂ. സോ എനിക്കത് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് പറയില്ല. IT ആണെങ്കിൽ എനിക്കിവിടെ സാറ്റർഡേ സൺഡേ ഓഫാണ്. എനിക്കതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചെയ്യേണ്ട, ടാർഗറ്റ് എത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് IT ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് ഫീൽഡാണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇന്നായിട്ട് നിൽക്കുന്നത് ഏത് ഫീൽഡാണ് ബെസ്റ്റ് എന്നൊക്കെ നോക്കണമെങ്കിൽ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ IT പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് IT ഇവിടെ വന്നിട്ട് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തല തെറിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യുക. ലിങ്ക്ഡിനിൽ ഓപ്പണിങ്സ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ #, ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസിയുടെ ഇത് കിട്ടും. ഇപ്പോൾ നമ്മൾ കുറേ അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ കണക്ഷൻസ് ലിങ്ക്ഡിനിൽ ബിൽഡ് ചെയ്യാം. എന്നിട്ട് അവരുടെ അടുത്ത് HR മെയിൽ ID ചോദിക്കുക. അവർ തരാണ്ടിരിക്കാൻ ചാൻസസ് കുറവാണ്, തരും എന്തായാലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന ഫീൽഡാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ആസ് പെർ മീ IT ആണ് എനിക്കിഷ്ടം. പിന്നെ BTech കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഐ ആം 3rd year BTech. അഭിനിക് ആയിരുന്നു. അഭിനിക് തന്നെയാണ് വായിക്കാൻ തോന്നുന്നു. BTech കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ BTech കൊണ്ട് കാര്യമുണ്ട്. ഞാൻ BTech പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെയർ മാരേജ് ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഞാനിവിടെ 4 years ആയിട്ട് ദുബായിലുണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു കല്യാണം നമ്മുടെ ഇഷ്ടത്തിന് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നല്ല കാര്യമാണ്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാതെ, ഇപ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്ന മൊമെൻറ്റ്സ് ആണ്. BTechക്കാർ കല്ലെറിഞ്ഞാൽ മൊത്തം BTechക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ BTech ഭയങ്കര ഇന്നാണ്. നിങ്ങൾ മിക്ക ജോബ് സെർച്ച് ചെയ്യുമ്പോഴും ക്വാളിഫിക്കേഷനിൽ അവർ ബാച്ചിലർ ഡിഗ്രി മസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. BTech മാത്രം അന്വേഷിച്ച് സ്പെസിഫിക് ആയിട്ട് BTechൽ വേണം, BTech ആയിട്ടുള്ള പിള്ളേർ വേണമെന്ന് പറഞ്ഞിട്ടും ഫ്രഷേഴ്സിന് ജോബ് BTechനുണ്ട്, ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് മാൻഡറ്ററി ആയിട്ട് പറയുന്ന കുറേ കമ്പനീസ് ഇവിടെ ഉണ്ട്. അത് ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ, എനിക്കിപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്താൽ അതിൽ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ അറിയാം. BTech കൊണ്ട് ഉപകാരമുണ്ട് മോനെ, പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്.
ചേച്ചി ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര സാലറി കിട്ടുന്നുണ്ട്? ഇപ്പോൾ എത്ര ഇയേഴ്സ്? 4 ഇയേഴ്സായി ഞാൻ. എൻ്റെ ഫസ്റ്റ് സാലറി മാത്രമേ ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് നാട്ടിലെ 75,000 രൂപയായിരുന്നു ഫസ്റ്റത്തെ സാലറി. ഇപ്പോൾ മാർക്കറ്റെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏൺ ചെയ്യുന്നത് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല, എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലീനെയൊക്കെ നന്നായി നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ സാലറി ചോദിച്ചതുകൊണ്ട് ആദ്യത്തെ സാലറി മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ 2 ഇയർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 30% ഇൻക്രിമെൻ്റ് ആയിട്ട് നെക്സ്റ്റ് കമ്പനിയിൽ കയറാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവിടെ നിന്നാണെങ്കിലും 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 4 ഇയേഴ്സായിട്ട് ഒരു കമ്പനിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയർലി ഏപ്രിൽ മന്ത് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ ലേൺ ചെയ്യാൻ പറ്റി. ഞാൻ ലേൺ ചെയ്ത് കഴിഞ്ഞ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി ഹൈക്ക് ഉണ്ടായിരിക്കും. കുറേ പേര് സ്റ്റക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരേ കമ്പനിയിൽ തന്നെ. ഞാൻ 4 വർഷം നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ലേൺ ചെയ്യണമായിരുന്നു. എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് സാലറി ഹൈക്ക് നെക്സ്റ്റ് കമ്പനിയിൽ പോകുമ്പോൾ ചോദിക്കാൻ പറ്റും എന്നുള്ള ഒരു റീസൺ മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സാലറിയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. നാളെ എനിക്ക് S2 ലാസ്റ്റ് എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് S1 2 സപ്ലൈ ചെയ്തണം. എനിക്ക് ടഫ് സബ്ജക്റ്റാണ് രണ്ടും. ടഫ് സബ്ജക്റ്റ് ആയിരുന്നു. ഞാനും സപ്ലൈ ചെയ്തുമ്പോൾ എനിക്ക് എല്ലാം ടഫായിരുന്നു. എനിക്ക് എല്ലാ സബ്ജക്റ്റും ടഫായിരുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ കുറേ ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും, ലെക്ചറിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് എഴുതി പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ബിടെക് ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റും. I don't have any degree. I have only 4 years experience in animation industry. So can I get job in abroad? Actually, കുറേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് ഇവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനീസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ ചെക്ക് ചെയ്യും. മിനിമം ഡിഗ്രി എങ്കിലും വേണമെന്നാണ് അവരുടെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കേസസ് കണ്ടിട്ടുണ്ട്. കള്ള സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് ജോബിന് കയറി കഴിഞ്ഞിട്ട് അവരത് വലിയ പ്രശ്നമാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രോപ്പർ ഡിഗ്രി വേണമെന്ന് ഞാൻ പറയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. പ്രോപ്പറായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസിലാണ് കേട്ടോ ഇവിടെ അംഗീകരിക്കുക. ഇപ്പോൾ വെറുതെ ഒരു പ്രൈവറ്റിൽ പോയി ചേരാതെ നമുക്ക് സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അത് അത്രയും നല്ലത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പൈത്തൺ ആയിരുന്നു. അതെന്താ ഞാൻ എടുത്ത് പറയാൻ കാരണം, ഞാൻ സ്വിച്ച് ചെയ്തതാണ്. എനിക്ക് പൈത്തൺ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ പൈത്തൺ ഇവിടെ ഇന്നാണ്. കുറേ സോഫ്റ്റ്വെയർസിൽ പൈത്തൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യാം. ലിങ്ക്ഡിൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ കറക്റ്റ് മാർക്കറ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ IT-യുടെ മാത്രമായിട്ടല്ല പറയുന്നത്, സിവിൽ ആണെങ്കിലും അല്ലാതെ മെക്കാനിക്കൽ ആ ഒരു സെക്ഷനാണെങ്കിലും ഏത് സെക്ഷനാണ്, അക്കൗണ്ടൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടെ നോക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിക്കുമ്പോൾ പേര് വായിക്കുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. I have a 1.2 years of work experience in company as a remote software engineer. I am BCA dropout. Can I get remote job in Dubai? BCA dropout ആയിട്ടുള്ള റിമോട്ട് ട്രൈ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. ഇപ്പോൾ ചില കമ്പനീസ് നിങ്ങളുടെ സ്കില്ലായിരിക്കും നോക്കുന്നത്, ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കില്ല. പക്ഷേ ഒരു 96% ആൾക്കാർ ക്വാളിഫിക്കേഷൻ മാൻഡറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ബാക്കി 4% ഉണ്ട്. 4%ത്തിൽ നിങ്ങളുടെ സ്കില്ലായിരിക്കും അവർ. അപ്പോൾ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇവിടെ ജോബ് കിട്ടുന്നത്. ട്രൈ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാട്ടിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നാട്ടിലേ ഇരുന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. ഇവിടെ വന്ന് പൈസ കളയുന്നത് ഞാൻ ആരുടെ അടുത്തും പറയില്ല. കാരണം ഒത്തിരി പേര് ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്നിട്ട് കുറേ സ്റ്റേയും ഫുഡിനും ട്രാവലിങ്ങിലൊക്കെ കുറേ അധികം എക്സ്പെൻസ് ഇട്ടിട്ട് നാട്ടിലേക്ക് ജോബ് കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഡിപ്രഷനായിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഞാൻ എൻ്റെ അമ്മ കടം വാങ്ങിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ അത് വാങ്ങിച്ചെന്നുള്ള എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ചാണ് എൻ്റെ ഓരോ റൂട്ട് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയേ പറ്റൂ. പ്ലാൻ B ഒന്നുമില്ല, പ്ലാൻ A മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു 5 ഡേയ്സിൽ ജോബ് കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരുടെ ലക്കും പ്രാർത്ഥനയും പിന്നെ നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്നതും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്ക സ്ഥലത്തും ഡിഗ്രി മസ്റ്റായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ BRക്കാണ്, ഫ്രഷേഴ്സാണ്. ഇപ്പോൾ വന്നാൽ ജോബ് കിട്ടുമോ? യുദ്ധം നടക്കുന്നതുകൊണ്ട് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്ലീസ് റിപ്ലൈ. ഈ
ബി ആർക്ക് ഫ്രഷ് ഉണ്ട്. എനിക്ക് 2023-22 കാര്യം ഞാൻ പറയുന്നത്. ബി ആർക്കിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വന്നൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയിട്ടുള്ള എനിക്കറിവില്ല, പക്ഷേ ഇവിടെ കിട്ടുന്നവരുണ്ട്, ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബി ആർക്കിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഫ്രഷേഴ്സിന് ജോബ് കിട്ടും. IT-യുടെ കാര്യമാണ്, ഞാൻ ഫ്രഷറായിട്ടാണ് കിട്ടിയത്. മേ ബി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. യുദ്ധം നടക്കുന്നതുകൊണ്ട്, യുദ്ധം ആയ സമയത്ത് ഇവിടെ ഒത്തിരി ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ പേര് നാട്ടിലോട്ട് പോയപ്പോൾ ആ ഒരു ഓപ്പണിങ്സിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് ലിങ്ക്ഡിനും നൗക്കറിയൊക്കെ കണ്ട ഓപ്പണിങ്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ കിട്ടാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഒരു 20% ഒക്കെ ഇപ്പോൾ ചാൻസസ് ഉണ്ട്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഈ ടൈമിലാണ് ജോബ് സ്വിച്ച് ചെയ്തത്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്പണിങ്സ് ഇപ്പോൾ ഉണ്ട്. ഏതിലൊക്കെയാണെന്ന് എനിക്കറിയില്ല. IT-യിൽ ഓപ്പണിങ്സ് ഉണ്ട്. ആ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് ഓപ്പണിങ്സ് ഇടുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്ന് അതൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ യുദ്ധം നടക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സിറ്റുവേഷൻസ് മാറാൻ ചാൻസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം നോർമലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് വാക്കൻസി കിട്ടും. ഞാൻ വീണ്ടും പറയുകയാണ്, വാക്കൻസിയുടെ കാര്യം നിങ്ങൾ ലിങ്ക്ഡിൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഏകദേശം ഒരു ധാരണ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ലിങ്ക്ഡിൻ തന്നെ ചെക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പൈത്തൻ്റെ ഒക്കെ വാക്കൻസീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ജംഗ്ഷൻ പോയാൽ നിന്ന് ഫുൾ ബിടെക്കാണ് കാണുന്ന എല്ലാവരും ബിടെക്ക്. ഓക്കെ, ബിടെക്ക് നല്ലതല്ലേ, എന്താ പ്രശ്നം? ഞാൻ 2009 ബിടെക്ക് MG യൂണിവേഴ്സിറ്റി ഓൾഡ് സിലബസ് ആയിരുന്നു. ഇറങ്ങിയപ്പോൾ 38 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. 1 ഇയർ കൊണ്ട് എഴുതിയെടുത്തു. ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ഇതാരട്ടേക്കുന്നത്? ലിബിൻ. ഓക്കെ, ആക്ച്വലി എനിക്ക് സപ്ലൈ കിട്ടിയിട്ട് ഞാനത് ക്ലിയർ ചെയ്തത് എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒത്തിരി പേര് ഫെയിലായിട്ടിരുന്ന് ഡിപ്രഷനിൽ പോയിട്ടുള്ളത് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്ത് പറയുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് എഴുതിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ 38 പേപ്പർ ക്ലിയർ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൺഗ്രാറ്റ്സ്. ആക്ച്വലി നിങ്ങൾ വലിയൊരു സംഭവമാണ്. ഇത് കുറച്ചധികം ലോങ് ആയി തോന്നുന്നു എനിക്ക് വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇച്ചിരി വർക്കായിട്ട് ബിസി ഉണ്ട്. എന്തായാലും എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ഞാൻ എന്തായാലും ഇടും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇപ്പോൾ ആർക്കെങ്കിലും കമ്പനി ലിസ്റ്റിൻ്റെ മെയിൽ IDs വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. കമ്പനി മെയിൽ ID ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.